വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ വിജയ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന വിശകലനം വിവിധ ചാനലുകൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകൾ. തൃശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള വിജയ സാധ്യതകളെക്കുറിച്ചാണ് ചാനലുകൾ മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ ആദ്യമായാണ് ബി.ജെ.പിയെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ മണ്ഡലങ്ങളിൽ അണിനിരത്തിയായിരിക്കും ബി.ജെ.പി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ പാർട്ടി പ്രത്യേകിച്ചും ആ മണ്ഡലങ്ങളിൽ ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോക്സഭയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് എങ്കിൽ കൂടിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരെ കൊണ്ട് വീണ്ടും വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെയ്യിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരിക്കും പാർട്ടി ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വൻ ലക്ഷ്യങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന പാർട്ടി കഴിയുന്നത്ര സീറ്റുകൾ കരസ്ഥമാക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലാണ്. ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം മുഴുവൻ പിണറായി വിജയൻ എന്ന നേതാവിനെ കേന്ദ്രീകരിച്ചായിരിക്കും എന്നത് ഉറപ്പാണ്. വലതുപക്ഷത്തിനാകട്ടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും കൂടാതെ കെ.സി. വേണുഗോപാലും മുഖ്യധാരയിലുണ്ട്. കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമുള്ളയാളാണ്. കോൺഗ്രസിന്റെ നിലയും അത്ര ശക്തമല്ല എന്നുള്ളതാണ് സത്യം. കടലാസിൽ തലയെടുപ്പുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊന്നും കോൺഗ്രസിനെ വിജയതീരത്ത് എത്തിക്കുവാനുള്ള കെൽപ്പുണ്ട് എന്ന് ഇപ്പോൾ കണക്കാക്കാനാവില്ല. ഇപ്പോഴുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വലതുപക്ഷത്തെക്കാൾ പ്രാവീണ്യമുള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് സീറ്റുകൾ കൂടുകയും ഇടതുപക്ഷത്തിന് കുറയുകയും ചെയ്യുകയാണെങ്കിൽ നിർണായകമാകുന്നത് ബി.ജെ.പി നേടുവാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത് 5 മുതൽ 10 വരെ സീറ്റുകളാകാം. പക്ഷേ അതുപോലും കേരള രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കും എന്നുറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ, കൃഷ്ണദാസ്, കുമ്മനം, കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് സുരേഷ്, നടൻ കൃഷ്ണകുമാർ, എം.ടി. രമേശ് തുടങ്ങിയ നേതാക്കൾ ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. മുഖ്യമായും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശൂരും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു പ്രൊഫഷണൽ മാനേജരായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃപാഠവും മാറ്റുരയ്ക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് വരാൻ പോകുന്നത്. ജയിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് ബി.ജെ.പി ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ബി.ജെ.പി ജയിക്കില്ല എന്ന് കരുതി ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുവാൻ സ്ഥിരമായി വലതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന പല പകുതി ബി.ജെ.പിക്കാരും ഇത്തവണ പൂർണ്ണമായും ബി.ജെ.പിക്ക് തന്നെ കുത്തുമെന്ന് ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് പാർട്ടി ചെയ്യേണ്ടത്. ഇടതും വലതും കടുത്ത മത്സരം കാഴ്ചവെക്കും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ബി.ജെ.പിയെ തോൽപ്പിക്കുവാൻ വോട്ട് മറിക്കും എന്ന മണ്ടത്തരം ഇരു മുന്നണികളും ചെയ്യുവാനും സാധ്യതയില്ല. അതുകൊണ്ട് ബി.ജെ.പിയുടെ വിജയ സാധ്യത പൂർണ്ണമായും വ്യക്തവും കൃത്യവുമായ അവരുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് മാത്രമായിരിക്കും. ബി.ജെ.പി നേടുന്ന ഓരോ സീറ്റുകളും അതുകൊണ്ട് തന്നെ നിർണായകമാകുന്നു. നിയമസഭയിൽ ബി.ജെ.പിക്ക് പ്രാതിനിധ്യം ലഭിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ശക്തമായ നേതൃനിര ഇല്ലാത്ത ഇടതുപക്ഷത്തിനും ഭാവി രാഷ്ട്രീയം അത്ര സുഖകരമാവില്ല. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു വഴിത്തിരിവിന്റെ പാതയിലാണ്.